മലയാള സിനിമയിൽ മലയാള നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുകയും വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കുകയും ചെയ്യുമെന്ന് പലരും ഭീഷണിപ്പെടുത്തുന്നു. പലരും ഇതെല്ലാം സഹിക്കുന്നതും ഒറ്റപ്പെടുന്നതും പേടിച്ചും കുടുംബം ആക്രമിക്കുമോ എന്നുമുള്ള ഭയത്തിൽ നിന്നാണ്. വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നടിമാർ ആക്രമിക്കപ്പെടുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാത്രിയിൽ വാതിലിൽ തട്ടുന്ന നടന്മാരെക്കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. മുകേഷിനെതിരെ ലൈംഗികാരോപണമായി വനിതാ സംവിധായിക രംഗത്തെത്തിയിരിക്കുകയാണ്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് അപമര്യാദയായി പെരുമാറിയതെന്നാണ് ട്വിറ്ററിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് അപമര്യാദയായി പെരുമാറിയതെന്നാണ് ടെസ് വെളിപ്പെടുത്തുന്നത്. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പലതവണ ഇത് ആവശ്യപ്പെട്ടെന്നും തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ളാറ്റിൽ തന്നെ കൊണ്ടുപോയി വിട്ട് രക്ഷിക്കുകയും ചെയ്തുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ് വെളിപ്പെടുത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു. തുടർന്നാണ് സോണിയ പ്രതികരണവുമായി രംഗത്തെത്തിയത്. സിനിമയിലെ 15-അംഗ സംഘം മാഫിയെപ്പോലെയാണ് തിലകനോട് പെരുമാറിയിരുന്നതെന്നും സോണിയ വ്യക്തമാക്കി. ക്ലാസിക് സിനിമകൾ ഒരുക്കിയ മലയാള സിനിമയ്ക്ക് വലിയൊരു ദുഷ്പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്. സിനിമാ മേഖല പുതിയൊരു സ്വയം നവീകരണത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടുകൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും. സർക്കാർ ഉടൻ നിലപാടെടുത്തില്ലെങ്കിൽ അത് വലിയൊരു വിമർശനത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സർക്കാർ 5 വർഷം പിടിച്ചുവെച്ചതെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുവരുന്നുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ സാമൂഹിക സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും വിഷയത്തിൽ നിലപാടെടുക്കാൻ സർക്കാർ വൈകിയതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ 300 പേജുകളാണ് അടങ്ങിയിരുന്നത്. എന്നാൽ WCC ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനമെടുത്തത്. സിനിമാ മേഖലയിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2017 ജൂലൈയിലാണ് സിനിമയിലെ സ്ത്രീ വിവേചനങ്ങൾ സംബന്ധിച്ച് പഠിക്കാനായി ഹേമ കമ്മിറ്റി നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നത്. ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മിറ്റിയായിരുന്നു സർക്കാർ രൂപീകരിച്ചത്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയമിച്ചത്. സിനിമാ വ്യവസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട ഈ സാഹചര്യത്തിൽ അതിനെതിരെ എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് ഇനി കണ്ടറിയാം.